ഹായ് ഫ്രണ്ട്സ്, റെഡി ടു ഫ്ലൈ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കമൻറ്റിൽ ഒരു സുഹൃത്ത് ചോദിച്ച ഒരു കാര്യമാണ്. രാവിലെ പറപ്പിച്ചിട്ട് പ്രാവ് കുഞ്ഞ് വൈകുന്നേരം പറക്കുന്നില്ല എന്നുള്ള ഒരു വിഷയം. അപ്പോൾ നമ്മളൊരു കാര്യം അറിയുക, കുഞ്ഞന്മാരെ പറപ്പിക്കുമ്പോൾ ഒന്നോ രണ്ടോ പറവ പറപ്പിക്കുമ്പോൾ അവരെ ചിറകിൽ നീര് കെട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ചിറകിൻ്റെ കുഴയ്ക്കകത്ത് ജോയിൻറ്റിൽ നീര് കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. 80% പറവകൾക്കും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ചിറക് ഇളകുന്നത് വരെ, ചിറക് ഇളകി നല്ല ഫ്രീ ആയിട്ട് ചിറക് ആവുന്നത് വരെ പ്രാവിൻ്റെ പറവയിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചില പ്രാവുകൾക്ക് ഈ ചിറക് ഇളകി ആ ഒരു പെയിന് മാറുന്നത് ഒരാഴ്ച എടുക്കും, ചിലപ്പം 3 ദിവസം കൊണ്ട് മാറും. ചിലപ്പം നമ്മൾ അതിന് ചില ആൾക്കാർ ന്യൂറോബിൻ്റെ ഗുളിക കൊടുക്കാറുണ്ട് പറന്നിറങ്ങിയിട്ട്. അത് നല്ല പറപ്പിച്ച പ്രാവിന് ചിലപ്പോഴൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. ഈ ന്യൂറോബിൻ്റെ ഗുളിക മെയിനായിട്ട് ഗുളികകളെ ഒഴിവാക്കുന്നതാണ് നമുക്ക് നല്ലത്. ലോഫ്റ്റിൽ ഗുളികകളെ ഒഴിവാക്കിയാൽ അത്രയും നല്ലത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഈ പ്രാവുകൾ കുഞ്ഞുങ്ങളെ പറപ്പിക്കുമ്പോൾ 1 മണിക്കൂറോ അരമണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ പ്രാവിനെ നമ്മൾ പറപ്പിച്ചു. ഈ പറക്കുമ്പോൾ ഒരു നോർമലി കാറ്റുള്ള സമയത്ത് ചിലപ്പോൾ നീറ്റായിട്ട് പറക്കും. പക്ഷേ ചില സ്ഥലങ്ങളിൽ കാറ്റ് ചിലപ്പോൾ കൂടുതലായിരിക്കും. ഈ കാറ്റ് കൂടുതലുള്ള സ്ഥലത്ത് പ്രാവ് ആ ഒരു പരിധി ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാനായിട്ട് ചിലപ്പോൾ വളരെ പ്രയാസപ്പെടും. നല്ല രീതിക്ക് ഇങ്ങനെ ചിറകടിക്കണം, ചിലപ്പോൾ കാറ്റ് വലിച്ചുകൊണ്ട് പോകും റിട്ടേൺ കയറി വരാനായിട്ട്. അപ്പം പരിധിയിൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്യും ചിറകുകൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നീര് കറക്റ്റായിട്ട് അവിടെ നീര് കെട്ടും, ആ ജോയിൻറ്റിൽ നീര് കെട്ടും. നീര് കെട്ടിക്കഴിഞ്ഞാൽ ആ പ്രാക്കൾ വീണ്ടും അടുത്ത് പറവയിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പറക്കണമെന്ന് നിർബന്ധമില്ല, ഒട്ടും പറക്കൂല. ചിലപ്പോൾ നമ്മളിങ്ങനെ പ്രാവിനെ പറത്തി വിടുമ്പോൾ ഒരു 2-3 കറക്കം കറങ്ങിയിട്ട് വീണ്ടും വന്ന് ഇറങ്ങും. ആ പ്രാവ് ഇറങ്ങുന്ന ഒരു സ്റ്റൈല് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. ആ സ്റ്റൈൽ എന്ന് വെച്ചാൽ അതിൻ്റെ ചിറകടി. അതായത് എന്നും പ്രാവുകളെ പറത്തുമ്പോൾ സ്ലോലി പറന്ന് വന്ന് ഇറങ്ങിയാൽ അത് വലിയ കുഴപ്പമില്ല. അതേസമയം ഈ ചിറകിന് വേദന ഉള്ള പ്രാവുകൾ പെട്ടെന്ന് എങ്ങനെയെങ്കിലും അതിന് ഒന്ന് ഇരുന്നാൽ മതി എന്നുള്ള ഒരു മൈൻഡിലാണ് ആ പ്രാവുകൾ പറന്നിറങ്ങാറ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ആ പ്രാവുകളുടെ ഇറക്കം, അതായത് സ്ലോ ആയിട്ട് പറന്ന് കറങ്ങിയാണ് വന്ന് നമ്മുടെ ലോഫ്റ്റിൽ ഇറങ്ങുന്നതെങ്കിൽ അത് കുഴപ്പമില്ല. അതേസമയം പ്രാവുകൾ സ്പീഡിൽ എങ്ങനെയെങ്കിലും പറന്ന് ഈ ചിലപ്പം തെങ്ങിൻ്റെയോ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ പറന്ന് കറങ്ങി ചുറ്റി, അതായത് മുകളിൽ പറന്ന പ്രാവുകളായിരിക്കും, നല്ല അത്യാവശ്യം ഒരു അരപ്പറയിലൊക്കെ പറന്ന പ്രാവുകളായിരിക്കും. പക്ഷേ പെട്ടെന്ന് തന്നെ അത് കറങ്ങി എവിടെ കൂടെയെങ്കിലും വന്ന് ലോഫ്റ്റിൽ അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു മരത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ ആരായാലും ഒന്ന് ചിന്തിക്കും, ആ പ്രാവിൻ്റെ മെമ്മറി പോരാ, ആ പ്രാവ് മോശം, ആദ്യം പറന്നു, രണ്ടാമത് ആ പ്രാവ് മാറി ചവിട്ടി. കറക്റ്റായിട്ട് അതല്ല, ആദ്യം പറന്ന പ്രാവുകളെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ആ പ്രാവുകളെ പിടിച്ച് ഈ 2 ചിറകിൻ്റെയും പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ പറക്കുന്ന 2 ചിറകിൻ്റെയും ജോയിൻറ്റ് നമ്മൾ കറക്റ്റ് ചെയ്ത് ആ സ്ഥലം നോക്കുമ്പോൾ അവിടെ ഒരു റോസ് കളർ അല്ലെങ്കിൽ ഒരു ചുവപ്പ് കലർന്ന കളറിൽ ഒരു വെള്ളം പോലെ ഒരു ഇതുണ്ടാവും. അത് ഏത് ഭാഗത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അത് നമ്മൾ ആദ്യം നോക്കാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു പ്രാവിൽ ഞാൻ ആ പൊസിഷൻ ഒന്ന് കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഈ പ്രാവിൽ ഇതൊരു കുഞ്ഞാണ്. അപ്പോൾ ഇതിൻ്റെ ആ നീര് കിട്ടുന്ന ഭാഗം നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പം ചിറകാണ്. ഈ ചിറകിൻ്റെ നേരെ താഴെ ജോയിൻ്റ് ഇവിടെ നിന്നാണ് ചിറക് തുടങ്ങുന്നത്, ഇവിടെ നിന്ന്. പക്ഷേ ഇതിൻ്റെ ഈ താഴെ ഉണ്ടല്ലോ, ഇവിടെ എൻ്റെ ഈ വിരൽ വെച്ച് ഇവിടെയാണ് ചിറക് തുടങ്ങുന്നതെങ്കിൽ താണ്ട ഇവിടെ ഒന്ന് ഊതി നോക്കുമ്പോഴേ നമുക്ക് ചിറകിൻ്റെ ആ തൂവല് മാറ്റിയിട്ട് അറിയാൻ പറ്റും. അതിൻ്റെ ഈ ചെറിയ വിരൽ കാണുന്നതിൻ്റെ ഈ ഭാഗത്ത് ഒരു ഇവിടെ നല്ല ചൂടുണ്ടാവും, നല്ല ഹീറ്റായിരിക്കും അവിടെ. ഈ പറന്നിറങ്ങിയ പ്രാവ് പിറ്റേ ദിവസം നോക്കിയിരുന്നാലും നല്ല ഹീറ്റായിരിക്കും. അത് വേദന ഉള്ളത് കൊണ്ടാണ്. നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യും, പതുക്കെ ആക്കുമ്പോൾ തന്നെ പ്രാവിന് നല്ല വേദന ഉണ്ടാവും. പ്രാവിനെ നമ്മൾ പറപ്പിക്കാനായിട്ട് എടുത്ത് വീശി എറിയുന്ന സമയത്ത് പ്രാവിന് അസഹനീയമായിട്ടുള്ള വേദന അനുഭവപ്പെടും. അതുകൊണ്ട് പ്രാവ് എന്താക്കും, നല്ല രീതിയിൽ ഒരിക്കലും പറക്കൂല. ഉടനെ തന്നെ പ്രാവ് വന്ന് ഇറങ്ങാനായിട്ട് ശ്രമിക്കും.
അപ്പോൾ നമ്മൾ വിചാരിക്കും പ്രാവിന് അറിവില്ല, അല്ലെങ്കിൽ പ്രാവ് പറക്കുന്നില്ല, ഈ പ്രാവ് പോരാ എന്ന് പറഞ്ഞ് ആ പ്രാവിനെ ഒരിക്കലും സെലക്ട് ചെയ്യാതിരിക്കേണ്ട. ആ പ്രാവ് ഈ ഒരു പ്രശ്നമുള്ള പ്രാവുകളാണ് അങ്ങനെ കാണിക്കുന്നത്. അല്ലാത്ത പ്രാവുകളെല്ലാം അത്യാവശ്യം ലൈനിലുള്ള പ്രാവുകളൊക്കെ നല്ല പറവുള്ള പ്രാവുകൾ പറക്കാറുണ്ട്. ഇത് പറവ ഉള്ള പ്രാവുകൾ ഇങ്ങനെ സംഭവിച്ചാലാണ് ഞാൻ ഈ പറയുന്നത്, അല്ലാതെ എല്ലാ പ്രാവുകളും അല്ല. നേരത്തെയൊക്കെ നമ്മൾ പറത്തിയിട്ടുള്ള പ്രാവുകൾ കറക്റ്റായിട്ട് പറക്കാതെ വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പറവ, ആദ്യത്തെ പറവ കൊടുക്കുമ്പോൾ പറന്നില്ലെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ പ്രാവിനെ എടുത്തിട്ട് ഈ രണ്ട് സൈഡും ഇതുപോലെ ഈ രണ്ട് വിരലും, ഈ ഒരു വിരലും ഈ ഒരു വിരലും ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ അറിയാൻ പറ്റും. ഇതാണ്ടോ, ഇവിടെയാണ് ഈ എൻഡ് തുടങ്ങുന്ന ഇവിടെ, അതിനേക്കാളും ശകലം കൂടെ താഴെ ഇതാണ് ഈ പൊസിഷൻ. ഈ പൊസിഷൻ നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ അറിയാം, ഒരു മുഴ പോലെ വരും. എന്താ ഇവിടെ വേദന ഉണ്ടാവും, നീര് കെട്ടിയിട്ട് പ്രാവിന് നല്ല വേദന ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ള പ്രാവുകൾ ഒരിക്കലും നമ്മൾ പറത്തിയിരുന്നാലും ആ ഒരു പറവ പറത്തി ആ വേദന നീരായി ചിറകിളകി നീരാവുമ്പോഴേ പ്രാവ് പറക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ചില ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂറോബിൻ്റെ ഗുളികയൊക്കെ കൊടുക്കാറുണ്ട്. ന്യൂറോബിൻ്റെ ഗുളിക കൊടുക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല, എന്നാലും ഗുളിക ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ചെയ്യേണ്ടത് ഈ പ്രാവിന് ആവി കൊടുക്കുക. ആവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ ഒരു ചെറിയ കോട്ടൺ തുണി വെള്ളത്തിൽ മുക്കിയതിന് ശേഷം അതിനെ പിഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വെച്ച് നോക്കുക. പൊള്ളാത്ത, അതായത് വളരെ ലൈറ്റായിട്ടുള്ള ചൂട് മാത്രമേ കൊടുക്കാവൂ പ്രാവിന്. നമ്മളെ സ്കിന്നിനേക്കാളിലും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് പ്രാവിൻ്റെ. എപ്പോഴും അത് ഓർമ്മിക്കുക. എന്നതിന് ശേഷം ഈ ഭാഗത്ത്, അതിൻ്റെ ഈ ഭാഗത്ത്, ഈ ചിറകിൻ്റെ അടിക്ക് ഈ ജോയിൻ്റ് വരുന്ന ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് എന്താക്കുക, ആ തുണി വെച്ച് ഒന്ന് ഇതുപോലെ ഒപ്പിയെടുക്കുക. ആവി കൊടുക്കുക. ആവി കൊടുത്തിട്ട് അങ്ങനെ രണ്ട് ചിറവിലും കുറച്ച് ചൂട് തണുത്തതിന് ശേഷം വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് അതിൻ്റെ ആവി മാത്രം ജസ്റ്റ് കൊടുത്തെടുക്കുക. അപ്പോൾ ആ പ്രാവ്, എന്നിട്ട് പിറ്റേ ദിവസം പറത്താതിരിക്കുക. 2 ദിവസം ഇങ്ങനെ കൊടുക്കുക. 2 ദിവസം പ്രാവിനെ പറപ്പിക്കാതിരിക്കുക. എന്നതിന് ശേഷം നനച്ച് വീണ്ടും പ്രാവിനെ വെയിലത്തിടുക. വെയിലത്തിട്ടതിന് ശേഷം മാത്രം വീണ്ടും അടുത്ത് പ്രാവിനെ പറപ്പിക്കുക. ആ പറപ്പിക്കുന്നതിന് മുന്നേയായിട്ട് പ്രാവിനെ നമ്മളെടുത്ത് എന്താക്കണമെന്ന് വെച്ചാൽ, ഈ ആവിയൊക്കെ കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ നമ്മൾ ഇതുപോലെ കയ്യിൽ പിടിക്കുക. ഇതുപോലെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഞാൻ പിടിച്ചിരിക്കുക. എന്നിട്ട് പ്രാവിനെ ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ചിറകടിപ്പിക്കുക. ഇതിപ്പോൾ ചിറകടിക്കുക എന്ന് വെച്ചാൽ അകത്ത് ലൈറ്റിൻ്റെ പ്രശ്നം ആയതുകൊണ്ടാണ്. ഇതുപോലെ ചിറകടിക്കുക. അപ്പോൾ ആ പ്രാവുകൾ കറക്റ്റായിട്ട് നല്ല ആംബിയറിൽ ചിറകടിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം വേറെ കുഴപ്പമില്ല, വേദനയില്ല. ചില പ്രാവുകൾ ചിറകടിക്കില്ല, ചിറക് ഇങ്ങനെ ഇഴച്ച് താത്തിട്ടിരിക്കും. ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ ചെയ്യാറില്ല, ചിറക് വീശാറില്ല. അപ്പോഴും നമുക്കറിയാം അതിൻ്റെ വേദന മാറില്ല. 2 ദിവസം കൂടെ വീണ്ടും അതേപോലെ തന്നെ ആവി കൊടുക്കുക. ആവി കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പ്രാവിന്. അതിന് ശേഷം പ്രാവിനെ പറപ്പിക്കാം. അത് കറക്റ്റായിട്ട് ആ ടൈമിൽ നമ്മൾ പറപ്പിച്ച ടൈമിനേക്കാളും കൂടുതൽ പറക്കും. വൈകുന്നേരം ആയാലും പ്രാവ് പറക്കും. വൈകുന്നേരം പറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 6:45 7 മണിക്കൊന്നും കൊണ്ട് പ്രാവിനെ വിട്ടുകളയില്ല നൈറ്റ് കയറാൻ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊക്കെ പറപ്പിക്കുന്ന പ്രാവുകൾ. അപ്പം മാക്സിമം അങ്ങനെയുള്ള അബദ്ധങ്ങൾ കാണിക്കാതിരിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.